ഗുഡ് മോർണിംഗ്. അതിൽ ഇന്നിപ്പോൾ ഉഷ ജോസഫിന്റെ സർജറി ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ശസ്ത്രക്രിയ നടക്കുക. നിലവിൽ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. സർജറി ചെയ്ത് ഈ ആർട്ടറി ഫോസപ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം ഈ പുറത്തേക്കെടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് എല്ലാം പൂർണ്ണമായും സജ്ജമല്ലേ അതിൽ? ഉറപ്പായും ഞാനിപ്പോൾ അമൃത ആശുപത്രിയിലാണുള്ളത്. അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ വിഭാഗത്തിലാണ് ഉഷ ജോസഫിനെ വന്നപ്പോൾ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പരിശോധനകളൊക്കെ പൂർത്തിയായി. ഇന്നലെ CT സ്കാൻ പ്രത്യേകമായി എടുത്തിരുന്നു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. അമൃത ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇതിൻ്റെ പൊസിഷൻ വിലയിരുത്തുന്നു. മറ്റു റിപ്പോർട്ടുകൾ വിലയിരുത്തിയ ശേഷം ഇന്ന് ശസ്ത്രക്രിയ ചെയ്ത് ആ വയറ്റിനുള്ളിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് മെഡിക്കൽ ബോർഡ് എത്തുകയായിരുന്നു അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2021 മെയ് മാസം വയറ്റിനുള്ളിൽ കുടുങ്ങിയ കത്രിക 5 വർഷത്തിനു ശേഷം ഇന്ന് പുറത്തെടുക്കാൻ പോകുന്നു. ആ സമയം ഇത്രയും കാലം 5 വർഷം വേദന തിന്ന ഉഷ ജോസഫ് ഇന്നിപ്പോൾ പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് കുടുംബവുമായി സംസാരിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പ്രതിപക്ഷം വലിയ തോതിൽ ഈ വിഷയം ആയുധമാക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അമൃത ആശുപത്രിയിലെത്തി ഉഷ ജോസഫിനെ കാണും, സന്ദർശിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും ചികിത്സാ ചെലവ് ആര് വഹിക്കുമെന്ന അഭ്യൂഹങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയോടെ തന്നെ ആരോഗ്യമന്ത്രി നേരിട്ട് ഉഷ ജോസഫിന്റെ കുടുംബത്തെ വിളിക്കുകയും ഇന്നത്തെ ശസ്ത്രക്രിയയും അനുബന്ധ ചെലവുകളെല്ലാം സർക്കാർ തന്നെ വഹിക്കും, ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട എന്നുള്ള വിവരം അറിയിക്കുകയും ഔദ്യോഗികമായി ചെയ്തിരുന്നു. ഏതായാലും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഒപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിയമപരമായി മുന്നോട്ട് പോകും, നിയമ നടപടികൾ തുടരും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബം. ഇന്നിപ്പോൾ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അമൃത ആശുപത്രിയിൽ പൂർത്തിയായിരിക്കുന്നു. വയറ്റിനുള്ളിൽ 5 വർഷം മുൻപ് കുടുങ്ങിയ കത്രിക ഇന്ന് പുറത്തെടുക്കാൻ പോവുകയാണ് അരുൺ.